ഞാൻ വിളമ്പിക്കൊള്ളാം അപ്പച്ചി. വേണ്ട, മോള് കഴിച്ചാ മതി, വിളമ്പി വച്ചതൊക്കെ. മോനെ, മീൻകറിയൊന്നും ഉണ്ടാക്കിയില്ല. വൈകുന്നേരം നിങ്ങളെ രണ്ടുപേരെയും കൂട്ടി നാഗക്ഷേത്രം വരെ ഒന്ന് പോണം. ആ അമ്പലം ഇപ്പോ ഇയാൾക്ക് അഡിക്റ്റ് ആയിരിക്കും അരുണേ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ ശരത്തേട്ടാ. അവിടെ പോയ ശേഷം എന്റെ ജീവിതം സാധാരണ നിലയിലായത്. എനിക്ക് നഷ്ടപ്പെട്ടത് പലതും തിരിച്ചു കിട്ടിയത്. നഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോ എന്റെ സ്വഭാവം ഉൾപ്പെടെ പലതും. അച്ഛൻ ശരത്തേട്ടനോട് നിന്നോടും പറയുന്ന കേട്ടിട്ടില്ലേ? കുഞ്ഞുനാൾ മുതലേ ശാന്തപ്രകൃതക്കാരിയായിരുന്നു ഞാൻ. ആരോടും വഴക്കിനൊന്നും പോകില്ല. ആര് ദേഷ്യപ്പെട്ടാലും തിരിച്ചൊന്നും പറയില്ല. അങ്ങനെയുള്ള എനിക്ക് വിവാഹശേഷം എന്തൊക്കെ മാറ്റങ്ങളാ സംഭവിച്ചത്. വർഷങ്ങൾക്ക് ശേഷം പഴയ അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചെത്തിയത്. അതിന് കാരണം ആ നാഗദൈവങ്ങളും പിന്നെ എന്റെ കാർത്തുവാ. അതുകൊണ്ട് മക്കൾക്ക് മുമ്പിലൊരു സ്ഥാനം ഇപ്പൊ എന്റെ കാർത്തൂന് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നെ ഇങ്ങനെ അപ്പച്ചി അമിതമായിട്ട് സ്നേഹിക്കരുത്. അത് മഞ്ജുവേടത്തേക്കും മാളൂനും എന്നോടുള്ള ദേഷ്യം കൂട്ടുകയുള്ളൂ. അത് സത്യ. അവരുടെ മുമ്പിലുള്ള ഈ സ്നേഹപ്രകടനം ഒഴിവാക്കുന്ന നല്ലത്. മഞ്ജു ഒന്ന് അനന്തുവിന്റെ ഭാര്യ, നിന്റെ വീട്ടിലെ മരുമകളാ. അതുകൊണ്ട് അവളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ മാളു, അവള് നാളെ മറ്റൊരു വീട്ടിൽ പോയി താമസിക്കും. അതോടെ അവളുടെ ഈ കുറ്റം പറച്ചിലും അമർഷവും ഒക്കെ അവസാനിക്കുകയും ചെയ്യും. മാളുവിനെ മറ്റൊരു വിവാഹത്തിന് വേണ്ടി തയ്യാറെടുപ്പിക്കാനാണ് ഇനി ബുദ്ധിമുട്ട്. അതിലേക്ക് അവളെ വഴിതിരിച്ചു വിടണം. അനന്തരവന്മാർ 2, മക്കളും 2. എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു ഏതു നേരവും. അത് കാർത്തൂനോട് ഇവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാവരിലും ഇളയവൾ മാളു ആയതുകൊണ്ട് അവളുടെ ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന. മാളു എന്തെങ്കിലും വാശി പിടിച്ച് പറഞ്ഞാ അത് സാധിച്ചു കൊടുത്തേക്കും. അതുകൊണ്ടൊക്കെയാ കാർത്തൂനോടുള്ള എന്റെ സ്നേഹം അവൾക്ക് സഹിക്കാൻ കഴിയാത്തത്. വീടിനകത്ത് പൊട്ടിത്തെറി കൂടുകയാണെങ്കിൽ അരുൺ കാർത്തൂവിനെ ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഞാനും അത് പറഞ്ഞു ഇയാളോട്. അതൊന്നും വേണ്ട, ഞാനവിടെ ഒതുങ്ങി നിന്നോളാം. അതല്ല, ഇനി നമ്മൾ മാറുവാണെങ്കിൽ അമ്മയും കൂടെ പോരണം. ഞാൻ പോയി കഴിഞ്ഞാ പിന്നെ അമ്മയെ സഹായിക്കാൻ അവിടെ ആരുമില്ല. അതിനല്ലേ മോളെ ഒരു സെർവന്റിനെ വെക്കാന്ന് പറഞ്ഞത്? മരുമക്കളുള്ളപ്പോ അമ്മമാരെ സഹായിക്കാൻ ജോലിക്കാരെ വെക്കുന്നത് തെറ്റല്ലേ? അതും ഞങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത്. കേട്ടോ ദേവേ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സ്വന്തം തറവാട്ടിൽ നിന്ന് എന്താണോ ശീലിച്ചു വരുന്നത് അതായിരിക്കും പിന്നീടുള്ള അവരുടെ സ്വഭാവം. കാർത്തു ആവശ്യത്തിലധികം ജോലിയുള്ള തറവാട്ടിലാ വളർന്നത്. കുട്ടിക്കാലം മുതൽ വീട്ടുജോലിയൊക്കെ ചെയ്ത് അതൊരു ശീലമായിപ്പോയി. ഇന്നത്തെ കാലത്ത് പല വീടുകളിലും പ്രശ്നങ്ങൾ നടക്കുന്നത് ഈ ഒരു ഒറ്റ കാര്യത്തിലാ. വീട്ടിലെ പണി ചെയ്യാൻ വീടിനകത്തുള്ള പെൺകുട്ടികൾക്ക് മടിയാ. മോള് കഴിക്ക്. എനിക്ക് മതി അപ്പച്ചി. പോരാ, ഇതുകൂടി കഴിക്ക്. മോൾക്ക് വേണ്ടിട്ട് നേരം പുലർന്നപ്പോൾ അടുക്കള കയറിയതാ. കറികൾ ഉണ്ടാക്കിയിട്ട് തൃപ്തി വരാഞ്ഞിട്ട് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അതൊക്കെ കഴിച്ചില്ലെങ്കിലേ ഇയാൾക്ക് വിഷമാവും. അവരോട് പറഞ്ഞോ കണ്ണനോടും പവിത്രയോടും ഒരു ദിവസം ഇങ്ങോട്ട് വിരുന്നിന് വരാൻ? പറഞ്ഞിട്ടുണ്ട്. അവിടെ പിന്നെ കടയൊക്കെ നടത്തുന്നോണ്ട് പെട്ടെന്ന് വരാൻ പറ്റില്ല. ഒരിക്കൽ ഞാൻ നിങ്ങൾക്കൊപ്പം വരുന്നുണ്ട് കണ്ണന്റെ തട്ടുകടയിലേക്ക്. ആ നാട്ടിൽ വന്ന ശേഷം ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഭക്ഷണ. അതിന്റെ രുചി ഇതുവരെ നാവിന്ന് പോയിട്ടില്ല. കണ്ണേട്ടൻ പറഞ്ഞു തിരുവോണത്തിന് വേണ്ട, ഔട്ടത്തിനോ ചതയത്തിനോ അവിടെ എല്ലാവർക്കും ഒത്തുകൂടാന്ന്. അതിനെന്താ, തിരുവോണത്തിന്റെ അന്നായാലും കുഴപ്പമില്ല, ഞങ്ങള് റെഡിയാ. അല്ല ശരത്തേട്ടാ? എന്റെ മോള്, ഞാൻ കളഞ്ഞ എന്റെ സ്വന്തം മോള്. ഇവളെ എത്ര ഊട്ടിയാലും എനിക്ക് മതി വരില്ല. അയ്യോ, ഉണ്ണിയേട്ടൻ ഇവിടെയുണ്ട്. അനന്ത, പകൽ സമയത്ത് എന്നോട് വന്നിട്ടുണ്ടല്ലോ. എന്നോട് സംസാരിക്കുന്നതിനും
എന്നെ അകത്ത് കെട്ടി സൽക്കരിക്കുന്നതിനും ഉണ്ണിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. എടി, നമ്മൾ തമ്മിൽ ബൈക്കിൽ ചുറ്റിയടിച്ചിരുന്നപ്പോഴും അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്ത് ഇപ്പൊ ഒരു പ്രശ്നം? അല്ല, അവനുണ്ടായാലും ഇവിടെ വരണമെന്നല്ല നീ പറഞ്ഞിരിക്കുന്നത്. അതെ, എന്നാലും ഇന്നെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്നുമില്ല ദീപേട്ടാ. എങ്കി പറ, കണ്ണേട്ടന്റെ അമ്മയോടെ. നീയും നുണകൾ മാത്രം ശീലിച്ച കരണിന്റെ കെട്ടിയോളും അമ്മ അമ്പലത്തിലാണെന്ന് പറഞ്ഞു കണ്ണേട്ടൻ വന്നപ്പോ. എന്നാ ഒരമ്പലത്തിലും അമ്മയെ കണ്ടിട്ടില്ല. ഏതമ്പലത്തിലേക്കാ പോയെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. ഇപ്പൊ അകത്തുണ്ടോ? അത് പിന്നെ ആ ദീപനോ? എന്തൊക്കെയുണ്ട് ദീപ വിശേഷങ്ങൾ? ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. ആ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുന്നുണ്ട്. ഡോക്ടർ രാവിലെ പോയ രാത്രിയിലെ തിരിച്ചെത്തൂ, അതുകൊണ്ടാ കാണാത്തെ. അല്ല ഡോക്ടറെ, ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ പോകുന്നു? വലിയ നഷ്ടത്തിലാ ദീപ. ബാങ്ക് ലോൺ പോലും അടയ്ക്കാൻ പറ്റുന്നില്ല. ജപ്തി ഭീഷണി നേരിട്ടോണ്ടിരിക്കുവോ. പിന്നെ ഇവളുടെ ഒരു 3.5 ഏക്കർ വെറുതെ കിടക്കുക. അത് വിറ്റ് ബാങ്കിന്റെ ബാധ്യതയൊക്കെ തീർക്കണം. ഹോസ്പിറ്റലൊക്കെ ഒന്നുകൂടി മോഡിഫൈ ചെയ്യണം. അല്ല ഡോക്ടർ, അമ്മ അകത്തുണ്ടോ? എന്താ ഡോക്ടറെ, അമ്മ ഇവിടെ ഇല്ലേ? ഇല്ല, ഇപ്പോ അധിക സമയം ഇവിടെ ഇരിക്കാറില്ല. പുറത്ത് ചുറ്റല. ഇവളുടെ അമ്മ ജോലി ചെയ്യുന്നതുകൊണ്ട് വീടിനകത്ത് ഇരിക്കുന്നത് മുഴ്സിലാണെന്നാ പറയുന്നത്. ഓ, ദീപൻ ഇങ്ങോട്ട് വരുന്നതും ഇവളുടെ കൂടെ കമ്പനി കൂടുന്നതൊക്കെ എനിക്കിഷ്ടമാ. എന്നാൽ താല്പര്യമില്ലാത്തൊരു കാര്യമുണ്ട്. കണ്ണേട്ടന്റെയും ആ പപ്പന്റെയും കൂടിയാ ദീപൻ ഏത് നേരവും. അത് അത്ര നല്ലതല്ല. 1-2 തവണ ഞാൻ ആ തട്ടുകടയുടെ മുന്നിലൂടെ വന്നപ്പോ ദീപനോടെ ഉണ്ടായിരുന്നു. ഞാൻ മിക്ക സമയത്തും അവർക്കൊപ്പം തന്നെ. കണ്ണേട്ടൻ ജയിലിൽ കിടന്നത് കണ്ണേട്ടൻ ചെയ്ത കുറ്റത്തിനല്ല. ആരാണ് അതിലെ പ്രതിയെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ കണ്ണേട്ടൻ മദ്യപിക്കില്ല, പുകവലിക്കില്ല, മറ്റു ദുശീലങ്ങളൊന്നുമില്ല. പപ്പേട്ടനും അങ്ങനെ തന്നെയാ. അതുകൊണ്ട് അവർക്കൊപ്പം ഞാൻ നടക്കുന്നതിൽ എന്താ ഡോക്ടറെ തെറ്റ്? തെറ്റും ശരിയൊന്നും ഞാൻ നോക്കുന്നില്ല ദീപ. ഇവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചുറ്റി തിരിയുന്നത് എനിക്കിഷ്ടമല്ല. എന്നാ പിന്നെ വിജിതയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ കട്ട് ചെയ്തോളാം. ഞാൻ ഒരാളോട്ട് അടുക്കുന്നത് അയാളുടെ സ്വഭാവം കണ്ടിട്ടാ. സഹകരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ അവരെ സുഹൃത്തുക്കളാക്കും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവൻ പോലും കളയും. ഇപ്പൊ കണ്ണേട്ടന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. കണ്ണേട്ടൻ കുറച്ച് ദിവസമായിട്ട് വിഷമത്തിലാ അമ്മയുടെ കാര്യത്തിൽ. അമ്മയോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നെങ്കിലേ ജയിലിൽ നിന്ന് വന്നപ്പോ അങ്ങേരെ അമ്മയെ വന്ന് വിളിച്ചോണ്ട് പോകാത്തെന്താ? ജയിലിൽ കിടന്നോണ്ട് അനാവശ്യം പറയരുത്. ഞാൻ അറിയുന്നുണ്ടടി ഓരോരോ കാര്യങ്ങളൊക്കെ. ശിവദാസനുമായിട്ട് ഇപ്പോഴും അമ്പലത്തിൽ വെച്ച് കാണാറുണ്ടോ? ശിവദാസനോ? നിനക്കറിയില്ലേ മഠത്തിൽ കിഴക്കേതിൽ ശിവദാസനെ? അങ്ങേരെ അറിയാം. ആ. അങ്ങേരെ ഞാൻ കണ്ടിട്ട് മാസങ്ങളായി. ദേ, കള്ളം പറയരുത്. നീ അടുത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ലേ? ആ, ഇടയ്ക്ക് അമ്പലത്തിൽ തൊഴാൻ പോയപ്പോ കണ്ടിരുന്നു. ശരിയാ, അന്ന് ഞാൻ കുറച്ച് പൈസ കടം ചോദിച്ചിരുന്നു. കേട്ട പാതി കേക്കാത്ത പാതി അവൻ സഹായിച്ച് കാണും ഇല്ലേ? സഹായിക്കുമെന്ന് പറഞ്ഞു, സഹായിച്ചിട്ടില്ല. എന്നാ പേടിക്കണ്ട, അവൻ സഹായിക്കും. ഞാൻ ജയിലിൽ നിന്ന് വരുമ്പോ നിന്നെ കാണാൻ എവിടേക്ക് വരണം? മതിലകത്ത് വരണോ, മഠത്തിൽ കിഴക്കേതിലേക്ക് വരണോ? അല്ല, കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെക്കാനാ. എനിക്കറിയാം, ആ മൊട്ടത്തലയനായിരിക്കും ഇതൊക്കെ വന്ന് പറഞ്ഞത്. അയാളെന്റെ പിന്നാലെ നടക്കുക മനുഷ്യ. വിശ്വൻ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വേറെ ആരാ നിങ്ങളെ കാണാൻ വരുന്നത്? ശിവദാസൻ ചേട്ടനാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അങ്ങേരുടെ വീട്ടിലോട്ട് പോവുക. എടി, അയാളും നീയുമായിട്ട് അടുപ്പമാണെന്ന് അയാൾ നിന്നോട് പറയൂടി. എന്നാ പിന്നെ വിശ്വം തന്നെയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ പറയാൻ സാധ്യതയുള്ളത് പപ്പനോ കണ്ണനോ ആയിരിക്കും. അവന്മാരൊന്നും എന്നെ കാണാൻ വരാറില്ല. സാധാരണ അമ്മമാരുടെ വഴിക്ക് ആ മക്കള് പോകുന്നത്. ഇവിടെ തിരിച്ചാന്നാ തോന്നുന്നത്. മകളുടെ വഴിയെ നീ പോകുമല്ലേ സുധേ? കാർത്തു, എന്റെ അമ്മയ്ക്കിപ്പോ ഞങ്ങളെ മക്കളെക്കാളും ഇഷ്ടോ കാർത്തൂനെ. ആ, എന്ത് ചെയ്യാനാ, നിന്നെ പോലെ ആവാൻ
ഞങ്ങളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. ഇനി ഏതായാലും നിനക്കൊപ്പം നിന്ന് പാചകമൊക്കെ പഠിക്കാൻ പോവാ ഞാൻ. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? പെട്ടെന്നൊരു മാറ്റം കണ്ടപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എന്നും വഴക്കും അടിയൊക്കെ ആയിട്ട് പോയിട്ട് എന്താ കാര്യം? എന്റെ അമ്മ പോലും നിന്നെ സ്നേഹിക്കുമ്പോ ഞാനും ആളും മാത്രം നിന്നെ അന്യ പെണ്ണായിട്ട് കണ്ട മറ്റുള്ളവര് ഞങ്ങളെ വെറുക്കും. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചൊരു തീരുമാനം എടുത്തു. ഇനി നീയുമായിട്ട് വഴക്കൊന്നുമില്ലാതെ മുന്നോട്ട് പോവാൻ. നിനക്ക് പെട്ടെന്ന് ഇത് പറയുമ്പോ വിശ്വാസം വരത്തില്ല. അത് അമ്മ നിന്നെ സ്നേഹിച്ചപ്പോഴും അങ്ങനെയായിരുന്നല്ലോ. പിന്നെ നമ്മളിവിടെ ഒന്നിച്ചു കഴിയുന്നവരാ, എന്നും മുഖാമുഖം കാണുന്നവരാ. അയലത്തുള്ളവർ പിണങ്ങിയ പോലും നമുക്കൊക്കെ വിഷമമല്ലേ? അപ്പോ വീടിന് അകത്തുള്ളവര് കലഹിച്ചു കഴിഞ്ഞാലോ? അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോ സ്വഭാവം വ്യത്യാസപ്പെടുത്തണമെന്ന് തോന്നി. എന്താ ഉണ്ടാക്കുന്നേ? രാത്രി ഭക്ഷണത്തിന് കുറച്ച് തോരനുണ്ടാക്കുക. ഒന്നേ നിന്നെ എല്ലാം പഠിച്ചു തുടങ്ങണം. ഞാനും അനന്തുവേട്ടനും ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നാലോ? ജോലിക്കാരികളെ വെച്ച് അവരുടെ അഹങ്കാരം കാണാതെ ജീവിച്ചു പോവല്ലോ നമുക്ക്. ഞാൻ എന്തേലും സഹായിക്കണോ? വേണ്ട, ഇതെല്ലാം ഞാൻ ചെയ്തോളാം. നിനക്കെന്താ മഞ്ജു അടുക്കള കാര്യം? അത് കൊള്ളാം. ഈ വീട്ടിലെ അടുക്കളയില് എനിക്ക് കയറിക്കൂടെ? കയറുന്നതൊക്കെ കൊള്ളാം, ഇതിനകത്തെ ഗ്യാസ് ഉള്ളതാ. അതെനിക്കറിയാം. ഞാൻ ഗ്യാസ് ഓണാക്കി പൊട്ടിത്തെറിയൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. കാർത്തൂനൊപ്പം നിന്ന് പാചകം പഠിക്കാനാ വന്നത്. കാർത്തൂനെ പോലെ തന്നെ അമ്മായി എന്നെ സംശയിക്കുക. അനന്തുവേട്ടൻ പറഞ്ഞു കഴിഞ്ഞതൊക്കെ മറന്നിട്ട് എല്ലാവരുമായിട്ട് ഒത്തൊരുമയോടെ പോവാൻ. നിനക്കതിന് കഴിയുമോ? എന്താ കഴിയാത്തത്? എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞെങ്കിൽ എനിക്കും കഴിയും. ദേവയുടെ മാറ്റം 100% സത്യസന്ധമാ. അത് മോക്കും ബോധ്യപ്പെട്ടു തുടങ്ങി. എന്നാ അതൊക്കെ കണ്ട് മനസ്സുമടുത്ത നീയും മാളുവും കാർത്തൂനെ സ്നേഹിക്കുന്നത് നല്ലതിനാണെന്ന് കരുതാൻ വയ്യ. കുറച്ച് കഴിയുമ്പോ അമ്മായി ഈ അഭിപ്രായം മാറ്റിക്കോളും. നീ പറയുന്നതൊന്നും മുഖവിലേക്കെടുക്കാൻ പറ്റില്ല. പിന്നെ നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞില്ലെങ്കിലും മുകളിൽ ഒരാൾക്കറിയാം. ഇതുവരെ കാർത്തൂന് തുണച്ചതേ ആ ശക്തിയാ. അത് ദേവയ്ക്ക് മനസ്സിലായതുകൊണ്ടാ നിങ്ങൾ മക്കളെ പോലെ തന്നെ കാർത്തൂനെ ഇപ്പൊ സ്നേഹിക്കുന്നത്. പിന്നെ ഇവള് ദൈവത്തിന്റെ അവതാരമല്ലേ? അതുകൊണ്ടേ അഭിനയം വേണ്ട, ആത്മാർത്ഥത മതി. എനിക്കറിയാം എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയൂന്ന്. കാർത്തൂനെ വെറുത്ത ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന തോന്നലുണ്ടായപ്പോഴാ ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. കാർത്തൂനെ കുറ്റപ്പെടുത്തുന്നതിന്റെ പേരിൽ മാളുവിനെ അമ്മയും അച്ഛനും ഒക്കെ വിമർശിക്കുക. അതുകൊണ്ട് അവളും ഇനി ഈ രീതിയിലേ കാർത്തൂനോട് പെരുമാറും. മരുമകളാവുന്നതിന് മുമ്പേ എനിക്കറിയാവുന്ന മഞ്ജുവിനെ. അവള് ജനിച്ച നാളു മുതൽ അമ്മയെ കണ്ടു വളർന്നതാ മക്കള് രണ്ടും. അതുകൊണ്ട് ഇതൊന്നും കാര്യമായിട്ടെടുക്കരുത്. മഞ്ജുവേടത്തിയുടെ അമ്മ ഇപ്പൊ മാറിയില്ലേ? അതില് മോൾ അത്ഭുതപ്പെടേണ്ട. കല്യാണം കഴിഞ്ഞ ശേഷ ദേവയ്ക്ക് മാറ്റം ഉണ്ടായത്. കുട്ടിക്കാലത്ത് കാർത്തുവിനെ പോലെ തന്നെ പാവമായിരുന്നു ദേവ. അതെ അതെ, ഇപ്പൊ അങ്ങോട്ടാ മിക്കപ്പോഴും പോകുന്നേ. ഇവിടുന്നൊരു 3 കിലോമീറ്റർ പോണമല്ലോ അങ്ങോട്ട്. എത്ര തവണ എന്റെ കണ്ണിൽ മണ്ണ് വാരിയിടാൻ പറ്റും? കഥകൾ ഉണ്ടാക്കാൻ പറ്റും. അടുത്ത തവണ വരുമ്പോഴും ഈ നുണ ആവർത്തിക്കോ? എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞാ ചേച്ചി ഇവിടെ പിടിച്ചു നിർത്താം. അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റില്ലെന്ന് ഇവളുടെ മുഖത്തെ ഭയം കണ്ടാൽ അറിയാലോ. നീ എന്തിനാ മോളെ പേടിക്കുന്നത്? ഞാൻ പേടിച്ചൊന്നുമില്ല. കണ്ണന് തോന്നുന്ന ഇതൊക്കെ.
തോന്നൽ ഉടനെ അവസാനിക്കും. അമ്മ എവിടെ പോയെന്ന് എല്ലാവരുടെയും നാവിന്ന് അറിയാതെ പുറത്തു വരും. അമ്മയ്ക്ക് എന്തോ സംഭവിച്ചു എന്നറിയാം. കൊന്നിട്ടില്ലെന്ന ഇപ്പോഴും വിശ്വാസം. കള്ളം എല്ലാ കാലവും ഒളിച്ചു വെക്കാൻ കഴിയത്തില്ല. തൽക്കാലത്തേക്ക് ഞാൻ പോവാ. പക്ഷേ ഇതുകൊണ്ടൊന്നും തീർന്നെന്ന് കരുതണ്ട. അവന്റെ ഒരു ഒടുക്കത്തെ സംസാരം. അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അയാളെ വിളിച്ചു വരുത്തിയ ആ കിളവയെ കാണിച്ചു കൊടുക്കാൻ പറ്റൂ. രക്ഷപ്പെടാൻ ഓരോ ദിവസവും ഓരോരോ അടവുകൾ പറയാ. ഇന്നത്തെ ദിവസം ഏതായാലും ഇങ്ങനെ കഴിച്ചു കൂട്ടാലോ. നാളെ മുതൽ ദേ പുറത്തേക്കെങ്ങും ഇറങ്ങണ്ട. നമ്മക്ക് കഥ കടച്ചകത്തിരിക്കാം. ഉണ്ണിയോട് പറയാം ഇന്ന് തന്നെ ഒരു ക്യാമറ വെക്കാൻ. അപ്പൊ അകത്തിരുന്ന് കാണാലോ പുറത്താരാ വരുന്നതെന്ന്. മുൻവശത്തെ വാതിൽ തുറക്കേണ്ടവരുടെ മുന്നിൽ മാത്രം തുറന്നാ മതി. അതേ ഉള്ളിന് രക്ഷ. ക്യാമറ കൂടി വെക്കാത്തന്റെ കുഴപ്പമേ ഉള്ളൂ. വരുന്നത് പോലെ വരട്ടെ. എടി, അകത്തിരിക്കുന്ന ആ പോയവന്റെ അനിയനോട് പറ അമ്മയെ എത്രയും പെട്ടെന്ന് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വരാ. അല്ലെങ്കിലേ ചേട്ടൻ അനിയനെ ഇടിച്ച് ചമ്മന്തിയാക്കോന്ന് പറ. ചേട്ടൻ അനിയനെ കൊന്നിട്ട് വീണ്ടും ജയിലിൽ പോയെങ്കിൽ രണ്ടെണ്ണത്തിന്റെ ശല്യം തീർന്നേനെ. ഇങ്ങനെയുണ്ടാവോ മക്കള്? കെട്ടിയോ ചാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുത്തി ഇവൾ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ ഈശ്വര. പോക്കുവരവ് തുടർച്ചയായി കഴിഞ്ഞു. വന്നിട്ട് പോയി ചേട്ടൻ വീണ്ടും ഭീഷണി മുഴക്കിയിട്ട്. ഇത് വലിയ ശല്യമായല്ലോ. ശല്യായിരിക്കുന്നതേ ഞങ്ങൾക്കാ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ അമ്മയെ കൊന്നെന്ന പ്രചരണം. ഇളയ മോനും മരുമോളും കൂടെ. അത് സത്യമല്ലല്ലോ. പിന്നെ നമ്മൾ തോർത്ത് വിഷമിക്കേണ്ട കാര്യം എന്താ? കൊന്നെന്ന് പ്രചരിപ്പിക്കുന്നതേ കണ്ണനും കെട്ടിയോളും അയാളുടെ കൂട്ടുകാരും ആയിരിക്കും. പറയാനുള്ളവര് പലതും പറയും. അത് നിങ്ങളാരും കാര്യമാക്കണ്ട. ഇതുവരെ കൈ വെച്ചിട്ടില്ല. ഉടനെ അതും ഉണ്ടാവും. ദേഹത്ത് തൊട്ടാലേ പിന്നെ ജാമ്യം പോലും കിട്ടാത്ത വിധം അയാൾ ജയിലിൽ കിടക്കും. നീ പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടിയാ. അങ്ങനെയുള്ള നിന്നെ വീട് കയറി തല്ലിയ നീയും അയാളെ വെറുതെ വിടത്തില്ല. ഇതൊക്കെ പുറത്തേക്ക് വന്ന് പറഞ്ഞൂടെ? അതെങ്ങനെ? ചേട്ടനെ കാണുമ്പോ അനിയന്റെ മുട്ട് വരയ്ക്കും. എനിക്ക് തല്ലാനും കൊല്ലാനൊന്നും വയ്യ. കുട്ടിക്കാലം മുതലേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് പഠിത്തത്തില. കാളയും കലപ്പിയായിട്ട് നടന്നയാൾക്ക് എന്നെക്കാളും ആരോഗ്യം കൂടും. അതുകൊണ്ട് തല്ലിയ കൊള്ളാനേ പറ്റൂ. പിന്നെ ചെയ്യാവുന്നത് നിയമത്തിന്റെ പിന്തുണ തേടുകയാണ്. അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അമ്മയ്ക്ക് സ്വസ്ഥായിട്ടൊന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അതിരാവിലെ കയറി വന്നോളും അമ്മ അന്വേഷിച്ച്. അങ്ങനെയുള്ള ആൾക്കേ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ അവര് വിളിച്ചോണ്ട് പോയിക്കൂടായിരുന്നോ? അല്ലെങ്കിൽ കാർത്തൂന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഒരുത്തി മോള് അവിടെ ഒറ്റയ്ക്കായിരുന്നല്ലോ. അന്നേരം കൂട്ടിനുണ്ടോ നിർത്തിക്കൂടായിരുന്നോ? ആ സമയത്തൊന്നും ചെയ്യില്ല. കാരണം ആ സമയത്ത് അവിടെ പപ്പം വരികയും പോവുകയും ചെയ്യായിരുന്നു. അമ്മായിയമ്മ അങ്ങോട്ട് ചെന്നാലേ അതൊരു തടസ്സാവത്തില്ലേ? ഇപ്പൊ കുറച്ചു ദിവസമായി ജനലിൽ ടോർച്ചടിക്കുന്ന ആ പതിവ് നിന്നിട്ടുണ്ട്. ഇനിയും അതുണ്ടാവും. അത് നമ്മൾ തമ്മിൽ തെറ്റിക്കാനാ. പപ്പനും കൂട്ടുകാരും ഒക്കെ ഈ വഴി പോകുമ്പോ ചെയ്യുന്ന പണിയാ. അവന്മാരൊക്കെ എന്തൊരു മണ്ടന്മാരാ. എന്റെ കുഞ്ഞിനെ കൊണ്ടാ നീ നടക്കുന്നത്. ആ സമയത്ത് നിന്നെ ഞാൻ സംശയം. കുറച്ചുകൂടി ചെറുതാക്കണ്ടേ? തുടക്കത്തിൽ കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല. സവോളയെ വഴറ്റാനുള്ളതാ, അല്ലാതെ പുഴുങ്ങാനുള്ളതല്ല. പക്ഷെ ഇവളെ വരട്ടയും പുഴുങ്ങിയ ഒക്കെ വേണം എനിക്ക്. ഇങ്ങനെ സവോള അരിഞ്ഞാലേ ഒന്നുകൂടി അരിയേണ്ടി വരും. ഇത് ഇരട്ടിപ്പണിയാ. നേരത്തെ അടുക്കള കയറാത്തതിനായിരുന്നു പരാതി. ഇപ്പൊ കയറിയപ്പോഴോ അതിനെ പ്രോത്സാഹിപ്പിക്കാതെ മുളയിലെ നുള്ളുവാ. നിന്റെ പുതിയ മാറ്റം കൊണ്ട് കാർത്തൂനൊരു ദോഷം വരാതിരുന്നാ മതി. ദേവയ്ക്ക് അത് ഓർത്തിട്ടാ പേടി. നിന്നെ ശ്രദ്ധിക്കണമെന്ന് അവള് പറഞ്ഞിരിക്കുന്നേ. എനിക്കും അത് തന്നെ അമ്മായിയോട് പറയാനുള്ളത്. ഇടയ്ക്കിടെ കാർത്തൂനെ കാണണോന്നും പറഞ്ഞു വരുന്ന അമ്മയെ ശരിക്കും ശ്രദ്ധിച്ചോണം അമ്മായി. എന്റെ അമ്മയ്ക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാ അതത്ര പെട്ടെന്നൊന്നും പോവില്ല. അത് കാർത്തു അമ്മായിയൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ.
വന്നോളൂ ശല്യപ്പെടുത്താനാണ്. എന്തോ ദുഷ്ടത്തരം മനസ്സിലോർത്തണ്ട ഉള്ളി അരിഞ്ഞത്, അതുകൊണ്ടാ ചോര കണ്ടത്. പോട്ടെ അമ്മ, ഒരാളെ മറ്റൊരാളെ സ്നേഹിക്കുമ്പോ അത് തെറ്റായ അർത്ഥത്തിൽ എടുക്കണ്ട. എങ്കിലും മോള് സൂക്ഷിക്കണം മോളെ. ദേവിയുടെ ഇപ്പോഴത്തെ സംസാര രീതി കണ്ടിട്ട് എനിക്ക് സംശയമൊന്നും തോന്നില്ല. എന്നാ മഞ്ജുവും മാളുവും കഴിഞ്ഞതൊന്നും മറക്കാനിടയില്ല. എല്ലാം വെട്ടി അരിഞ്ഞിട്ടിരിക്കുക. കഷ്ടം തന്നെ. സാർ ഇതുവരെ ഫയൽ നോക്കി കഴിഞ്ഞില്ലേ? കൊറോണ കാരണം ഓഫീസിൽ സ്റ്റാഫുകൾ കുറവാ. ഒരുപാട് ഫയൽ പെൻഡിങ്. പിന്നെ അപ്പച്ചിയെ പോലെ തന്നെ ഏട്ടത്തെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ മുതൽ ഏട്ടത്തി പുതിയ സ്വഭാവം തുടങ്ങിയെന്ന് താൻ പറഞ്ഞല്ലോ. ഏതായാലും എന്റെ ഏട്ടത്തിയെ എനിക്കറിയാവുന്ന പോലെ തനിക്കറിയില്ലല്ലോ. എടോ, നമ്മൾ ശ്രദ്ധിച്ച നമുക്ക് കൊള്ളാം. എന്തെല്ലാം കണ്ടതാ സാറേ ഞാൻ. തറവാട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് വിജിത അവളുടെ അമ്മയും കൂടി കൊല്ലാക്കൊല ചെയ്യുമായിരുന്നു. പിന്നെ പവിത്രടത്തിയുടെ വീട്ടിൽ പോയപ്പോഴും ദുരിതങ്ങൾ തന്നെയായിരുന്നു. അവിടെ നിന്ന് ഇവിടം വരെ എത്തിയില്ലേ. ഇനി എന്ത് സംഭവിച്ചാലും അതൊക്കെ സഹിക്കാവുന്നതേ ഉള്ളൂ. തന്റെ വേദനകൾ സഹിക്കാൻ പറ്റാത്ത ചിലരെവിടെ ഉണ്ടെന്ന് കൂട്ടിക്കാം. കണ്ണേട്ടന്റെ അരികിൽ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ചില ഉറപ്പിന്മേല. അത് പാലിച്ചേ പറ്റൂ. എന്നോടുള്ള അപ്പച്ചിയുടെ ഇപ്പോഴത്തെ സ്നേഹം അഭിനയാണെന്ന് തോന്നിയാ ഒരിക്കലും കണ്ണേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു വിടില്ല. ഞാൻ ഒരിക്കലും അപ്പച്ചിയെ കരയിക്കരുതെന്നാ ഇപ്പൊ കണ്ണേട്ടൻ പറയുന്നത്. എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആർക്കറിയാം. ഇന്നലെ വരെ ശത്രുക്കളായിരുന്നവര് ഇന്ന് കട്ട കമ്പനിയാ. കണ്ണേട്ടനെ എന്തെങ്കിലും പറഞ്ഞ അപ്പച്ചി ഇടപെടും. മറിച്ചായാലും അങ്ങനെയാ. താൻ ഇനി എത്ര പ്രാർത്ഥിച്ചാലും മാറില്ല എന്ന് പറഞ്ഞവർക്കാ ഇങ്ങനൊരു മാറ്റം. കൂടുതൽ പറയണ്ട. ഇനി അപ്പച്ചിയുടെ സ്വഭാവം മാറിയാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഞാനും അപ്പച്ചിയായിട്ട് അറിയാതെ അടുത്തുപോയി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കും, അപ്പച്ചി ഒന്ന് വന്നെങ്കിലെന്ന്. നേരത്തെ അപ്പച്ചി വരുന്നതായിരുന്നു പേടി. അതാ അപ്പച്ചിയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത. വെറുത്ത അങ്ങേയറ്റം. സ്നേഹിച്ചാലും അങ്ങനെ തന്നെ. അതിന്റെ ഇടയ്ക്കൊരു പോക്കില്ല. അതെ, ഇനി ഒരാളിങ്ങോട്ട് വരാനുണ്ട്. എന്റെ മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് തന്റെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? മുത്തശ്ശൻ ആദ്യം ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞ. പിന്നെ തന്നെ കണ്ടിട്ടുമില്ലല്ലോ. ശരിക്കും നിങ്ങൾ തമ്മിലാ പരിചയപ്പെടേണ്ടേ. മുത്തശ്ശൻ ഏതു നേരവും അമ്പലവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുന്ന കൂട്ടത്തിലാ. ഞങ്ങളുടെയൊക്കെ ഐശ്വര്യത്തിന് പിന്നില് അതുണ്ട്. ഉടനെ ആളിങ്ങെത്തും. അപ്പച്ചി ആരുടെങ്കിലും മുന്നിൽ ഇത്തിരി താന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശന് മുമ്പിൽ മാത്രമായിരിക്കും. ഇന്ന് വരെ ആരെയും ശാസിച്ച് ഞാൻ കണ്ടിട്ടില്ല. തന്നെ പോലെ തന്നെ ആൾക്കാരെ തമ്മിൽ സ്നേഹം കൊണ്ട് കൂട്ടിയോജിപ്പിക്കുന്ന ഒരു മുത്തശ്ശനാ എന്റെ മുത്തശ്ശൻ. നിങ്ങളുടെ തട്ടുകടയിലെ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും അത് കഴിക്കാൻ വേണ്ടി മാത്രം ഇവൾ ആ നാട്ടിൽ വന്ന കഥയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവസാനം എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് കാർത്തു എന്നറിഞ്ഞപ്പോ അതേ അപ്പച്ചി എന്നെ എല്ലാ അഭിപ്രായം മാറ്റി പറഞ്ഞിരുന്നു. അതൊന്നും ഇനി ഓർമ്മിപ്പിക്കണ്ട. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ അപ്പച്ചി. മോളെല്ലാം മറന്നല്ലോ, പിന്നെ നിനക്കെന്താ മറന്നാല്? അല്ലെങ്കിൽ തന്നെ നമ്മളെ വെറുത്തിരുന്നവരെ സ്നേഹിച്ചു കഴിയുമ്പോ പഴയതൊക്കെ മിക്ക ആൾക്കാരും മറക്കും, പ്രത്യേകിച്ച് ഞാൻ.
മോള് കണ്ണന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? അതൊക്കെ ഒരു സിനിമാ കഥ പോലെയാ മുത്തശ്ശ. എല്ലാം മണത്തെറിഞ്ഞ് ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ പവിത്രടുത്തയുടെ ചേച്ചിയും ഭർത്താവും കൂടെ ഇയാളെ കൊല്ലാക്കൊല ചെയ്തേനെ. അങ്ങനെ ആർക്കും മോളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപകടം നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരാളുണ്ട്. ആ ശക്തി വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തോളും. മുത്തച്ഛൻ ഇതൊന്ന് കഴിച്ചോക്കെ. നോക്കണ്ട, എല്ലാം ഒന്നിനൊന്നും മെച്ചോ. ആ, ലതിക രക്ഷപ്പെട്ടു അല്ലേ? ഇപ്പൊ ഒരുപാട് രക്ഷപ്പെട്ടു വച്ചാ. അതാണിപ്പൊ എന്റെ പരാതി. എന്നെ കൊണ്ട് കാർത്തു ഇപ്പൊ ഒന്നും ചെയ്യിക്കില്ല. വീട്ടുജോലിയുടെ കാര്യത്തിൽ അമ്മായിയമ്മയും മരുമക്കൾ തമ്മിൽ തല്ലുണ്ടാക്കുന്ന കാലമായത്. ആ സമയത്ത് ഇങ്ങനൊരു മരുമോള് ഭാഗ്യമല്ലേ? എന്നാലും ഇത്രയും നാളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരുന്നല്ലേ ഇവിടുത്തെ എല്ലാ ജോലിയും. അതുകൊണ്ട് എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് എനിക്കറിയാം. അടുക്കള ജോലി മാത്രമാണോ? മുറ്റം അടിക്കുന്ന വലിയൊരു ജോലിയല്ലേ? അതിനിപ്പോ ആളെ വെക്കാൻ സമ്മതിക്കുന്നില്ല മോള്. എന്റെ തറവാട്ടിലെ ജോലി വെച്ച് നോക്കുമ്പോ ഇതൊന്നും എനിക്ക് വലിയ ഭാരമായിട്ട് തോന്നുന്നില്ല. ഒന്നും ചെയ്യാതെ വീട്ടിനകത്ത് ഇരിക്കുന്നതാ ബുദ്ധിമുട്ട്. ആ, പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് മഞ്ജുവിന് വിശേഷം എന്തെങ്കിലും ഉണ്ടോന്ന്. ദൈവം ഇതുവരെ അവനെ തുണച്ചിട്ടില്ല. ഈ പ്രായത്തില് കൊച്ചുമക്കളുടെ മക്കള് എന്നെ പോലുള്ള വൃദ്ധന്മാരുടെ ആയുസ് കൂട്ടും. അതുകൊണ്ട് നിങ്ങളെങ്കിലും ഉടനെ അതിനുള്ള അവസരം ഒരുക്കണം. ഇനിയിപ്പോ അതൊക്കെയുള്ളൂ ഒരു സന്തോഷം.